തിളച്ച് മറിയുന്ന മീൻകറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ വീഡിയോ കാണാം. ഹായ് ഗായ്സ്, കടലിൽ കിടന്ന മീൻകാരൻ്റെ വലയിൽ കുടുങ്ങി. ശേഷം സംഭവിച്ചത് ചരിത്രം. ഏതോ ഒരു അടുക്കളയിൽ മീൻകറി വയ്ക്കുന്നതിൻ്റെ കമൻ്ററിയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആരോ വെട്ടിമുറിച്ച് ഉളുമ്പ് കളഞ്ഞ ഒരു മണവുമില്ലാത്ത മണങ്ങാണ് ഈ ചട്ടിക്കകത്ത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊടംപുളി ആൻഡ് വേപ്പില ഒരു പാത്രത്തിൽ അത്തവിട്ട പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കളത്തിലിറങ്ങാൻ പോകുന്നത് ഒരു പിടി കുടംപുളിയാണ്. കുടംപുളി ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ കുടംപുളി ഇട്ട് വെക്കാനാണ് ഉദ്ദേശമെന്ന് തോന്നുന്നു. ശരിയാണ് ഗൈസ്, ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ കുടംപുളി ഇടുകയാണ്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാൻ സാധ്യതയുണ്ട്. കാര്യം ഉപ്പ് ഇട്ട് വെച്ചാലേ കുടംപുളിയുടെ പുളി പിടിക്കുകയുള്ളൂ. അതവിടെ ഇരുന്നോട്ടെ, കുറച്ച് സമയത്തേക്ക് ഇനി അത് മൈൻഡ് ചെയ്യേണ്ട. ഇഞ്ചി പരുവാക്കാനുള്ള പരിപാടിയാണ്. ചതച്ച ഇഞ്ചി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കൊച്ചുള്ളിയാണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി എടുത്ത് ചതച്ച് ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പച്ചമുളക് പല ആംഗിളിൽ നമുക്ക് ക്യാമറയിലേക്ക് വീഴുന്നത് നോക്കാം. ഫ്ലോപ്പായി പോയി ഗായ്സ്, പല രീതിയിൽ നോക്കിയിട്ടും ശരിയാകുന്നില്ല. അവസാനം ഇങ്ങനെ തന്നെ നമ്മളെടുത്ത് ചതയ്ക്കുകയാണ്. അങ്ങനെ പച്ചമുളകും ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലിനി വേപ്പിലയും കൂടെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് തേങ്ങ പൊട്ടിക്കാം. അപ്പോൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ആ തേങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ്. എന്താണേലും അതിന് ശേഷം നമുക്ക് തേങ്ങ ചിരണ്ടാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിന് 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുക്കുന്ന രീതിയിൽ എടുക്കുക. ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് നമുക്ക് ആ അരപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ചേർക്കണം. ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ അരപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമ്മളതിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് മെഴുക്കിയെടുത്ത് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൊടംപുളി ഇടേണ്ട സമയമാണ്. അപ്പോൾ കൊടംപുളിയോട് കൂടി തന്നെ ആ വെള്ളം, ഉപ്പ് ചേർത്തതാണല്ലോ, അപ്പോൾ ആ വെള്ളവും കൂടെ അതിലേക്ക് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വെട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിലൊന്ന് ഇളക്കി കൊടുക്കണം. അതെ, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ചട്ടി അത്ര പോരാ, അതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരൂടെ വലിയൊരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇച്ചിരൂടെ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പം കാര്യം ഇത് തിളച്ച് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ചട്ടിയിൽ തികയത്തില്ലായിരുന്നു. മീൻ പറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പറ്റണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഒരു പോരായ്മ കാണുന്നുണ്ട്. അപ്പോൾ മീൻ അതിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട. ഉപ്പ് നമ്മൾ ആ കുടംപുളിയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഇടുന്നില്ല. പക്ഷേ ഇത് തിളച്ചതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ പോരായ്മ ഉണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറ്റിച്ച മീൻകറി ഉണ്ടാക്കുന്നത്. ഈ മണങ്ങെന്ന് പറയുന്ന മീനിന് മുള്ളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂടെ രസവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കും. Thanks for watching.